ഭരണഘടനാ ധ്വംസനം പതിവാക്കിയ സർക്കാരാണ് രാജ്യത്ത് ഭരണത്തിലിരിക്കുന്നതെന്നും ഭരണഘടനാ ചർച്ചയെ നെഹ്റുവിനെയും അംബേദ്കറെയും ചീത്ത വിളിക്കാനാണ് അവർ ഉപയോഗിച്ചതെന്നും അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP പറഞ്ഞു. ക്രിയാത്മകമായ ഒരു ചർച്ചയും സഭയിൽ നടന്നില്ല. ന്യൂനപക്ഷ വിരുദ്ധതയാണ് സർക്കാരിന്റെ മുഖമുദ്രയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പൗരാവകാശ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ. ഉമർ ഖാലിദ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥി, കുറ്റം എന്താണ് ചെയ്തത്? പൗരത്വ പ്രക്ഷോഭ നിയമത്തിനെതിരെ പ്രക്ഷോഭത്തിനിറങ്ങി. അത് മാത്രമാണ് കുറ്റം. 4 വർഷമായിട്ട് ഇപ്പോഴും ജയിലിൽ തന്നെ. വിചാരണ കഴിഞ്ഞോ? വിചാരണ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് വിടുന്നില്ല? അത് പൗരത്വ പ്രക്ഷോഭ നിയമത്തിൽ അദ്ദേഹം പങ്കെടുത്തത് കൊണ്ട് UAPAയിലാണ് അദ്ദേഹത്തിനെ ജയിലിലിട്ടിരിക്കുന്നത്. അതുകൊണ്ട് വിടാൻ പറ്റുകയില്ല. എന്തുകൊണ്ട് നമ്മുടെ കോടതികൾ ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ കാണുന്നില്ല? പൗരാവകാശ ധ്വംസനങ്ങൾ കാണുന്നില്ല? ഗവൺമെന്റുകൾ കാണുന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു എന്താ പറയണ ഒരു ബുദ്ധിമുട്ട് നമുക്കിപ്പോൾ കാണുന്നില്ല. കാരണം ഇപ്പോൾ നമ്മളെ ഭരിക്കുന്ന സർക്കാർ എന്ന് പറയുന്നത് ധ്വംസനങ്ങൾ മാത്രം ഒരു വഴിയാക്കിയ സർക്കാരാണ്. ഭരണഘടനയുടെ 75 വർഷം ആഘോഷിക്കാൻ വേണ്ടി പാർലമെന്റിൽ 2 ദിവസത്തെ ചർച്ച വെച്ചു. ഞാനൊക്കെ വല്ലാതെ സന്തോഷിച്ചു. ആ 2 ദിവസം എന്തിനാണ് ഈ ഭരണകക്ഷി ആ 2 ദിവസത്തെ സമയം മൊത്തത്തിൽ എന്തിനു വേണ്ടിയാണ് അവര് ഉപയോഗിച്ചത്? കുറെ നെഹ്റുവിനെ ചീത്ത പറയാനും, കുറെ അംബേദ്കറിനെ ചീത്ത പറയാനും, കുറച്ച് ഇന്ദിരാഗാന്ധിനെ ചീത്ത പറയാനും, കുറെ അടിയന്തരാവസ്ഥയെ ചീത്ത പറയാനും. ഇതല്ലാതെ ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു കാര്യത്തിന് പോലും ഈ 2 ദിവസം ഈ ഭരണഘടന എന്താണ് 75 വർഷമായിട്ട് ഈ ഭരണഘടനയുടെ പ്രവർത്തനമെന്ന് നമുക്ക് പറയാൻ പറ്റുമായിരുന്ന സുവർണാവസരം ഇല്ലാതാക്കിയ ഒരു ഭരണപക്ഷമാണ് ഇപ്പോൾ നമ്മുടേതുള്ളത്.